ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് യൂട്യൂബിലെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം നവംബർ 1-ാം തീയതിക്ക് മുമ്പായി നിങ്ങൾ യൂട്യൂബിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നവംബർ 1-ാം തീയതിക്ക് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് എല്ലാം ചെക്ക് ചെയ്യാനൊന്നും തന്നെ സാധിക്കുകയില്ല. അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ ജിമെയിൽ ഐഡിയിൽ ലോഗിൻ ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ജിമെയിൽ ഐഡി യൂസ് ചെയ്ത് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായി സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് ഫോൺ യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാം. അതുപോലെ അടുത്ത സ്റ്റെപ്പാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇതാണ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഇതിൽ റിക്കവറി ഫോൺ അതുപോലെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്നിവയാണ് കാണുന്നത്. ഇത് രണ്ടും നമുക്ക് നമ്മുടെ ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് മറന്നു പോവുക അല്ലെങ്കിൽ ഹാക്ക് ആവുക എല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ജിമെയിൽ ഐ ഡി നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഏതെല്ലാം ഡിവൈസിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ഈ ജിമെയിൽ ഐ ഡി എൻ്റെ ഒരു ലാപ്ടോപ്പിൽ മാത്രമാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ലാപ്ടോപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഡിവൈസിലെല്ലാം ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡിവൈസിൻ്റെ പേരെല്ലാം ഇവിടെ കാണിക്കും. ഇനി നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളതാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് കോഡ് കിട്ടേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് മെസ്സേജസ് വഴിയാണോ അതോ ഫോൺ കോൾ വഴിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ടെക്സ്റ്റ് മെസ്സേജസ് എന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ഈ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക വഴി നിങ്ങളുടെ ഐ ഡിക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. നിങ്ങൾ പുതിയ ഒരു ഡിവൈസിൽ നിന്നെല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് ലഭിച്ച് ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ആ ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളും വളരെ പെട്ടെന്ന് തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. താങ്ക്